ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വദുർരിയ്യതിഹി വഇത്രതിഹി വസഹാബതിഹി വഅസ്വാജിഹി ത്വാഹിറാത്തി ഉമ്മഹാത്തിൽ മുഅ്മിനീൻ. ലളിതമായ ഒരു ചോദ്യത്തിന് ഹ്രസ്വമായ ഒരു മറുപടി. ഇന്നലെ കേരളത്തിലെ പ്രമുഖനെന്ന് പറയുന്ന ഒരാളുടെ സൂഫി വിമർശനം കേൾക്കാനിടയായി യൂട്യൂബിൽ. സൂഫിയത്ത്, തസവുഫ് എന്ന പ്രയോഗം വിശുദ്ധ ഖുർആനിൽ ഒരു സ്ഥലത്തുമില്ല. അതുകൊണ്ട് തന്നെ അതൊന്നും ഒരു പ്രാമാണിക മാർഗങ്ങളല്ല എന്നാണ് അദ്ദേഹം സമർത്ഥിക്കുന്നത്. രസകരമായ ചില കാഴ്ചപ്പാടുകൾ മുറിവൈദ്യന്മാരായ ചില പണ്ഡിതന്മാർ നടത്തുമ്പോൾ പ്രസ്തുത ജൽപ്പനം എത്രത്തോളം ആഭാസകരമാണ് എന്ന് സാധാരണക്കാർ ഓർക്കണില്ല. സൂഫിസം അല്ലെങ്കിൽ തസവുഫ് ഇങ്ങനെ ഒരു പദം തന്നെ വിശുദ്ധ ഖുർആനിൽ ഇല്ല എന്ന് കേൾക്കുമ്പോഴേക്ക് പരിശുദ്ധമായ തസവുഫും അതിൻ്റെ മര്യാദകളുമൊക്കെ ഇസ്ലാമിന് അന്യമായി പോവുകയാണോ? ചോദിച്ചയാൾക്ക് അറിയുമോ വിശുദ്ധ ഖുർആനിൽ ഇല്ലാത്ത എത്രയെത്ര പ്രയോഗങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എല്ലാ മുസ്ലിംകളും സർവസമ്മതമായി കൊണ്ടു നടക്കുന്നുണ്ട്? അഖീദ, എല്ലാവരും പറയുന്ന ഒരു കാര്യം, അഖീദ വേണം, വിശ്വാസഫലം. വിശുദ്ധ ഖുർആനിൽ അഖീദ എന്ന ഒരു പ്രയോഗമില്ല. ഇരിക്കട്ടെ, തൗഹീദാണല്ലോ മുസ്ലിംകളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാന മർമ്മം. വിശുദ്ധ ഖുർആനിൽ ഒരിടത്തും തൗഹീദ് എന്നോ അത്തൗഹീദ് എന്നോ ഒരു പരാമർശവും ഇല്ല. എന്ന് വെച്ച് തൗഹീദ് ഇസ്ലാമിൽ നിന്ന് അന്യമാണ് എന്ന് വാദിക്കാൻ പറ്റുമോ? ആ ഒരു സാങ്കേതിക പ്രയോഗം ഭാഷാപരമായി പിന്നീട് ഉടലെടുത്തതാണ് എന്നല്ലേ വരൂ. എല്ലാവരും ഘോഷിക്കുന്ന തക്ബീറില്ലേ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ബാങ്കുലിയിലുണ്ട്. പക്ഷെ വിശുദ്ധ ഖുർആനിൽ ഒരിടത്തും അല്ലാഹു അക്ബർ എന്ന ആ തക്ബീർ ധ്വനി ആ രീതിയിലില്ല. അതുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന തക്ബീർ ഒഴിവായി പോകുമോ? ഇതുപോലെ മാത്രമേ സൂഫിസം എന്ന പദം ഖുർആനിൽ ഇല്ലാത്തത് കൊണ്ട് അതെല്ലാം ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് ജൽപ്പിക്കുന്നവരോട് ലളിതമായി പറയുവാനുള്ളൂ. യഥാർത്ഥത്തിൽ ഫിഖ്ഹ് എന്ന്, ഹദീസ്, മുഹദ്ദിസ് എന്ന്, ഇതെല്ലാം പിന്നീടുണ്ടായ വൈജ്ഞാനിക വികാസത്തിന്റെ സാങ്കേതിക പേരുകളും പ്രയോഗങ്ങളുമാണ്. ഇസ്ലാമിന്റെ കർമ്മ മേഖലകളിൽ വിരാജിക്കുന്ന വൈജ്ഞാനിക ശാഖയ്ക്ക് ഫിഖ്ഹ് എന്ന് പറയും. അത് അഭ്യസിച്ചവർ ഫഖീഹാണ്. ഹദീസ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത സുന്നത്ത്, അതിൻ്റെ സമാഹരണവുമായി ബന്ധപ്പെട്ട് ഹദീസ്, മുഹദ്ദിസീങ്ങൾ പിന്നീടുണ്ടായവരാണ്, ഫുഖഹാക്കൾ പിന്നീടുണ്ടായതാണ്. അതുപോലെ മാത്രമേ പറയാനുള്ളൂ. ഖൽബിന്റെ സംസ്കരണവുമായി സംശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട വൈജ്ഞാനിക ശാസ്ത്രമാണ് തസവുഫ്. സൂഫി, സ്വാഫ വസൂഫിയ, മനസംസ്കരണം നേടിയവർ, ലഭിച്ചവർ എന്നാണ് അതിൻ്റെ അർത്ഥം. ആ പ്രയോഗത്തിന്റെ അടിവേര് പരിശുദ്ധ ഖുർആനിൽ തന്നെയുണ്ട്. യാ മറിയമു ഇന്നല്ലാഹ അസ്തഫാകി വതഹറകി വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ. ഇസ്തിഫാഇൽ നിന്ന് വരുന്നതാണ് സ്വാഫ വസൂഫിയ ഹത്താ സുമ്മിയ സൂഫി. അപ്പോൾ മനസംസ്കരണത്തിന്റെ മേഖലയിൽ ചർച്ച ചെയ്യുന്ന വിജ്ഞാന മേഖലയാണ് തസവുഫ്. ആത്മസംസ്കരണം ലഭിച്ചയാളാണ് സൂഫി. ആ മാർഗത്തെ പരിപാലിക്കുന്നവരാണ് അൽ മുത്തസവ്വിഫ,
സൂഫി മാർഗത്തെ അനുധാവനം ചെയ്യുന്നവർ. വിശുദ്ധ ഖുർആനിൽ നേരിട്ട് ഒരു പദപ്രയോഗമില്ല എന്നതിൻ്റെ പേരിലൊന്നും ഒരു സംഗതിയെ തള്ളിപ്പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അല്ലാഹു അക്ബർ, എന്തിനധികം തൗഹീദ്, ഈ പദങ്ങളൊക്കെ എടുത്തു മാറ്റേണ്ടി വരില്ലേ? വാദിക്കുന്നവർ ഓർക്കുന്നില്ല, തങ്ങൾക്ക് പറ്റാത്തതിനെ വിമർശിക്കുമ്പോൾ എടുത്തുദ്ധരിക്കുന്ന തെളിവുകൾ, പ്രമാണങ്ങളെല്ലാം അവർക്കു നേരെ തന്നെ എതിരായി വിരൽ ചൂണ്ടുമെന്ന്. തിരുനബിയുടെ കാലഘട്ടത്തിൽ ഇല്ലാത്തതെല്ലാം അനാചാരമാണ്, അനാചാരങ്ങളെല്ലാം നരകത്തിലേക്കാണ് എന്ന് പറയുന്നവർ ഏതെങ്കിലും ചില ആചാര കർമ്മ മേഖലകളെ വിമർശിക്കാനാണ് അങ്ങനെ പറയാറ്. എന്നാൽ അവർ തന്നെയും ചെയ്യുന്ന പലതും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതാണോ? അവിടുത്തെ ജീവിത കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായതാണോ? ചോദിക്കരുത്. മദ്രസ, പാഠപുസ്തകം, സിലബസ്, ബോർഡ്, കമ്പ്യൂട്ടർ, വാർഷിക സമ്മേളനം, എന്തിനധികം സംഘടനകൾ, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ ചികഞ്ഞന്വേഷിച്ചാൽ കണ്ടെത്താൻ കഴിയുമോ? കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് നിർവഹണ രീതിയിലും അതിൻ്റെ പ്രയോഗങ്ങളിലും മാറ്റം വരും. അത് ചരിത്രപരമായ ഒരു അനിവാര്യതയാണ്. വിശാലമായ ഈ കാഴ്ചപ്പാടുള്ളവർ അനങ്ങിയതിനെല്ലാം മുസ്ലിംകൾ അംഗീകരിച്ചു വരുന്ന പല കാര്യങ്ങളെയും നരകത്തിലേക്ക് തള്ളുകയില്ല. വേഷം ജീവിക്കുന്ന നാടിനും കാലാവസ്ഥയ്ക്കും കാലഘട്ടത്തിനും അനുസരിച്ച് മാറും. ഭാഷ ഓരോ മുസ്ലിമിൻ്റെയും ദേശത്തിനനുസരിച്ച് ഭാഷ മാറും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറബിയിലാണ് ജീവിതത്തിലുടനീളം ആശയ സമ്പർക്കം നടത്തിയത്. എന്ന് വെച്ച് അറബിയിൽ മാത്രമേ സംവദിക്കാവൂ എന്നുണ്ടോ? ഇല്ല. പോകട്ടെ, അറബിയിൽ തന്നെ സംസാരിക്കുന്നത് പ്രത്യേകം പ്രതിഫലാർഹമാണ് എന്ന് ഏതെങ്കിലും ഒരു പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇതൊക്കെ നമ്മുടെ ചിന്തയെ വിശാലമാക്കാൻ പറ്റുന്ന ആലോചനകളാണ്. ചിന്തിക്കുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിലുടനീളം സംസാരിച്ച ഭാഷ അറബിയാണ്. അവിടുന്ന് സ്വഹാബത്തോട് സംസാരിച്ചതും സ്വഹാബികൾ തിരുനബിയോട് സംവദിച്ചതും അറബി ഭാഷയിലാണ്. എന്നു കരുതി അറബിയിൽ തന്നെ സംസാരിക്കുന്നതും ആശയവിനിമയം നടത്തുന്നതും നിത്യജീവിതത്തിൽ സുന്നത്താണോ? ചിലരെങ്കിലും പറയും അത് നമുക്ക് അറബി അറിയാത്തത് കൊണ്ടല്ലേ എന്ന്. തിരിച്ചു ചോദിക്കാം, നന്നായി അറബി സ്ഫുടമായി അറിയുന്ന രണ്ട് പണ്ഡിതന്മാർ, രണ്ട് മൗലവിമാർ കേരളത്തിൽ കണ്ടുമുട്ടുന്നു. അവർ അറബിയിൽ തന്നെ ലോഹ്യം പറയുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു പുണ്യം, പ്രതിഫലം, അറബി ഭാഷ പ്രാവീണ്യത്തിന്റെ പരിശീലനം നേടുന്നു എന്നല്ലാതെ. അപ്പോൾ അറബി ഭാഷയിലെ സംസാരം അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെട്ട ഭാഷയാണ്. പരിശുദ്ധ ഖുർആൻ പഠിക്കലും അറിയലും സംബന്ധമായി ഏറ്റവും ബന്ധപ്പെട്ട ഭാഷയാണ്. ആ നിലക്കെല്ലാം അതിന് പ്രാധാന്യമുണ്ട് എന്ന് കരുതി നിത്യജീവിതത്തിലെ സംസാരത്തിൽ അറബി ഭാഷയാകണം അനറബ് ദേശക്കാർക്ക് എന്ന് വാദിക്കാൻ പറ്റുമോ? വേഷം, ഭാഷ, വാഹനം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ അനുവർത്തിച്ചതേ അനുധാവനം ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞ് തിരുനബിയുടെയും അവിടുത്തെ അനുചരന്മാരുടെയും ജീവിതത്തിൽ ഇല്ലാത്തതെല്ലാം ബിദ്അത്ത്, പിഴച്ചത് എന്നൊക്കെ പറഞ്ഞാൽ വാഹനത്തിന്റെ കാര്യത്തിലൊക്കെ കഷ്ടമല്ലേ? ഇന്നുമുണ്ടല്ലോ ഒട്ടകം, കോവർ കഴുത സഞ്ചരിക്കാൻ പറ്റും. വല്ല നിലക്കും പുണ്യമാണത് എന്ന് ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ? അറേബ്യയിലെങ്കിലും ഒട്ടകപ്പുറത്ത് തന്നെ യാത്ര ചെയ്യുന്നത്, ഹജ്ജിന് പോകുന്നത് പ്രത്യേകം തിരുനബിയുടെ സുന്നത്താണ്, അനുധാവനമാണ് എന്നാരെങ്കിലും പറയാറുണ്ടോ? നാട്, കാറ്റം,
സാമ്പത്തികാവസ്ഥ, സാമൂഹികാവസ്ഥ, ഇതിൻ്റെയൊക്കെ മാറ്റങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾക്ക് വിധേയമാണ് ഒരു സത്യവിശ്വാസിയുടെ ഇസ്ലാമിക നിർവഹണങ്ങളുടെ ബാഹ്യ കർമ്മരൂപങ്ങൾ. ഇതങ്ങ് മനസ്സിലാക്കിയാൽ കുറേ സംശയങ്ങൾ തീരും. പരിശുദ്ധ ഇസ്ലാമിനെ പരിപൂർണമായി അനുധാവനം ചെയ്യണം, തിരുസുന്നത്തിനോട് ആഭിമുഖ്യം പുലർത്തണം എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന പാകിസ്ഥാനിലെ ഒരാൾ, ഒമാനിലെ ഒരാൾ, സൗദിയിലെ ഒരാൾ, കേരളത്തിലെ ഒരാൾ, മലേഷ്യയിലെ ഒരാൾ, ഇവരെല്ലാവരും ഖുർആൻ സുന്നത്ത് നന്നായി പഠിച്ചവരാണ്, തിരുസുന്നത്തിനെ ആഭിമുഖ്യമുള്ളവരാണ്. ഇവരുടെ എല്ലാവരുടെയും വേഷം ഒന്നാകണം, അല്ലെങ്കിൽ അവരെല്ലാവരും ഒരേ വേഷത്തിൽ തന്നെയാണ് തലപ്പാവും കുപ്പായവും തുണിയും. ആരെങ്കിലും അങ്ങനെ പറയുമോ? ആർക്കെങ്കിലും അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ? നാം കാണുന്നു വ്യത്യസ്ത രീതിയിലാണ്. തിരുസുന്നത്തുകളോട് ആഭിമുഖ്യമുള്ളവരെല്ലാം അങ്ങനെ തന്നെയല്ലേ? കേരളക്കാരനായ ഒരു പണ്ഡിതന്റെ വേഷമാണോ പാകിസ്ഥാനിയായ ഒരു സുന്നത്ത് ജീവിതത്തിൽ പുലർത്തുന്ന ഒരാളുടെ വേഷം? കേരളത്തിലെ ഒരു മൗലവിയുടെ വേഷമാണോ സൗദി അറേബ്യയിലെ ഒരു സലഫി പണ്ഡിതന്റെ വേഷം? അപ്പോഴ് ആവശ്യമില്ലാത്ത ചർച്ചയാണതൊക്കെ. അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കുക, ദേശം, ഭാഷ, സാഹചര്യം, സാമൂഹികാവസ്ഥ, സാമ്പത്തികാവസ്ഥ, പ്രായം, ഇതിനൊക്കെ അനുസരിച്ച് ജീവിതത്തിൻ്റെ പൊതു ചടങ്ങുകൾ, ആചാരങ്ങൾ, നിർവഹണങ്ങൾ മാറ്റമാണ്, ചലനാത്മകമാണ് ഇസ്ലാം. ഈ മാറ്റങ്ങളെയാണ് രാജ്യങ്ങൾ കാലാകാലങ്ങളിലായി ഉൾക്കൊള്ളുന്നത്. ഇത് മതപരമായ ശർഈയായ ഇബാദത്തുകളിൽ പോലും ആവശ്യങ്ങളെ കണ്ടറിഞ്ഞുകൊണ്ടുള്ള ആചാരങ്ങളും നിർവഹണ രീതികളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം വന്നിട്ടുണ്ടല്ലോ. അതിനെ മുസ്ലിം ലോകം മുഴുവൻ ഇന്നും സ്വാഗതം ചെയ്യുന്നു, ആരും എതിർക്കുന്നില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മദീനയിൽ ജുമുഅയ്ക്ക് എല്ലാ വിശ്വാസികളും നേരത്തെ പള്ളിയിലേക്ക് എത്തുമായിരുന്നു. സയ്യിദന അബൂബക്കറിന്റെ കാലത്തും അങ്ങനെ തന്നെ തുടർന്നു. സയ്യിദന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും അങ്ങനെ തന്നെ ജുമുഅയ്ക്ക് ഒരു ബാങ്ക് മാത്രം. ഇത് ഫിഖ്ഹിന്റെ വിഷയത്തിലുള്ള വിവാദമായല്ല കാണേണ്ടത്. ഇസ്ലാമിൻ്റെ ചലനാത്മകത, നിയമനിർമ്മാണങ്ങളുടെ കാലാനുസൃതമായ അനിവാര്യതകൾ, ഇത് മനസ്സിലാക്കാതെ മുൻപോട്ട് പോയി ഫത്വ നൽകിയാൽ ജീവിക്കുന്ന ലോകത്ത് ഇസ്ലാമിനെ പ്രായോഗികമായി അവതരിപ്പിക്കാൻ കഴിയില്ല. നബിയുടെ കാലത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമുഅയ്ക്ക് ഒരു ബാങ്ക്, സിദ്ദീഖിന്റെ കാലത്തും ഉമറുൽ ഫാറൂഖിന്റെ നല്ല കാലത്തും ഒരു ബാങ്കേ ഉള്ളൂ പള്ളിയിൽ ജുമുഅയ്ക്ക്. സയ്യിദന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഇസ്ലാമിക സമൂഹത്തിലെ ഉലുൽ അംർ, നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെയും അനുസരിക്കണം എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആനിന്റെ നിയമനിർമ്മാണാധികാരമുള്ള വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ് ഉമറുൽ ഫാറൂഖും ഉസ്മാൻ ഇബ്നു അഫ്ഫാനും അബൂബക്കർ സിദ്ദീഖും അലിയും ഒക്കെ റളിയല്ലാഹു അൻഹും. പിൽക്കാലഘട്ടത്തിൽ വന്ന അൽ ഖുലഫാ ഉർ റാഷിദൂൻ, അവരെല്ലാം ഈ പരിധിയിലേക്ക് വരും. ഉസ്മാൻ ഇബ്നു അഫ്ഫാന് മനസ്സിലായി പള്ളിയിലേക്ക് ആളുകളൊന്ന് വേഗം വന്നു കിട്ടാൻ തിരുനബിയുടെ കാലത്തും സിദ്ദീഖിന്റെ കാലത്തും ഉമറുൽ ഫാറൂഖിന്റെ കാലത്തുമുള്ള ബാങ്ക് അത് അതുപോലെ തുടരട്ടെ. എന്നാൽ ഒന്നുകൂടി ആളുകളെ അടുപ്പിക്കാൻ ഒരു ബാങ്ക് കൂടി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ചിലരുടെ ഭാഷയെ പറഞ്ഞാൽ സ്വന്തം പോക്കറ്റിൽ നിന്ന് ഇസ്ലാമിക മാർഗത്തിലേക്ക് ഒരു ബാങ്ക് കൂടി സംഭാവന ചെയ്തു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ബിദ്അത്ത് ചെയ്തോ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിക്കാത്തതെല്ലാം ബിദ്അത്ത്, ബിദ്അത്തെല്ലാം വലാലത്ത്, വലാലത്തെല്ലാം നരകത്തിൽ. പറയാൻ എന്തൊരു സുഖം ആളുകളെ നരകത്തിലേക്ക് തള്ളിവിടാൻ. സയ്യിദന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു
രണ്ടാമത്തെ ഒരു ബാങ്ക് കൂടി ജുമഅയിൽ സംസ്ഥാപിച്ചു. ഇന്ന് വരെയും പരിശുദ്ധ മക്കയിലും മദീനയിലും അത് തുടരുന്നു. നമ്മുടെ പള്ളികളിലൊക്കെ 2 ബാങ്ക് ജുമഅയ്ക്ക്. ആർക്കെങ്കിലും പരാതിയുണ്ടോ? വിശാലമായി ചിന്തിച്ചാൽ എത്ര ഉദാഹരണമുണ്ട് ഈ കാര്യത്തിന്. തറാവീഹ് നമസ്കാരം പരിശുദ്ധ റമദാനിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വലിയൊരു സമ്മാനമായി വിശ്വാസികൾക്ക് കൊടുക്കാൻ ഒരു സവിശേഷ നമസ്കാരം പരിശുദ്ധ റമദാനിൽ. പക്ഷേ 2-3 ദിവസം പുന്നാര നബി തങ്ങൾ മദീനത്തെ പള്ളിയിൽ നമസ്കരിച്ചു തറാവീഹ്. ആളുകൾ കൂടി, ആവേശം വർദ്ധിച്ചു. ഇങ്ങനെ അങ്ങ് പോയാൽ സാമൂഹികമായ ചില വിഷമങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയ അള്ളാഹുവിൻ്റെ വഹ്യ് കൊണ്ട് മാത്രം ജീവിക്കുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് പിൻവാങ്ങി. അവിടുന്ന് വഫാത്താകുന്നത് വരെ പിന്നെ റമദാനിലെ തറാവീഹ് എന്ന രീതിയിലുള്ള 8, 10, 11, 20 ഒരു സംഭവവും ഇല്ല. പിന്നീട് സിദ്ദീഖിന്റെ കാലത്ത് അങ്ങനെ ഒരു നമസ്കാരം ഇല്ല ജമാഅത്തായിട്ട്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ അവസാന കാലത്ത് ഫാറൂഖിന് മനസ്സിലായി ഈ റമദാനിലെ നല്ല രാത്രികൾ സാധാരണക്കാരായ വിശ്വാസികൾക്ക് ഇബാദത്ത് വർദ്ധിപ്പിക്കാൻ അടിസ്ഥാനം തിരുനബി തന്നിട്ടുണ്ട്. അസ്വല് അതിൻ്റെ ആ അടിസ്ഥാനത്തെ ബേസിനെ അവലംബിച്ചുകൊണ്ട് ഫാറൂഖ് റളിയല്ലാഹു അൻഹു 20 റക്അത്ത് ജമാഅത്തായി തറാവീഹ് നമസ്കാരം സയ്യിദുന ഉബയ്യ് റളിയല്ലാഹു അൻഹു എന്ന ഒരു ഇമാമിനെ, ഒരു സ്വഹാബിയെ നേതൃത്വത്തിന് ഏൽപ്പിച്ച് സംവിധാനിച്ചു. എവിടെയാണ് കുഴപ്പം? മുസ്ലിം ഉമ്മത്തിന് റമദാനിൽ അതൊരു വലിയ സംഭാവനയായി മാറി. ഇന്നും മദീനയിലും മക്കയിലും നമ്മുടെ നാട്ടിലുമൊക്കെ ആ ജമാഅത്തായ തറാവീഹ് 20 റക്അത്ത് നടക്കുന്നു. എത്ര കാര്യങ്ങളുണ്ട്. കാലത്തിന്റെ ആവശ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നിയമനിർമ്മാണങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ശ്രുതിയും സ്മൃതിയും ബേസാണ്. തൗഹീദ്, അഖീദ, ആദർശപരമായ സംഗതികൾ അത് മാറില്ല. അതൊരു കാലത്തും ആർക്കും മാറ്റാനും പറ്റില്ല. തൗഹീദ് എന്നും തൗഹീദാണ്. എന്നാൽ കർമ്മമേഖലയിലുള്ള സാമൂഹിക ചടങ്ങുകൾ, ഇബാദത്തുകൾ, അവിടെ പരിശുദ്ധ ഖുർആനും സുന്നത്തും ഉപാധികളൊന്നും വെക്കാതെ നിരുപാധികമായി പഠിപ്പിച്ച സംഗതികൾ എന്നും നിരുപാധികമാണ്. അതിൽ രൂപനിയന്ത്രണങ്ങൾ വരുത്തുക സദസ്സിൻ്റെയും സമൂഹത്തിൻ്റെയും സമയത്തിൻ്റെയും ആവശ്യത്തെ പരിഗണിച്ചുകൊണ്ടാണ്. എന്നാൽ എണ്ണവും രീതിയും നിർവഹണ ശൈലിയും തിട്ടമായി പഠിപ്പിച്ച ചില സംഗതികളുണ്ട്. അവിടെ നമുക്കാർക്കും കൈവയ്ക്കാൻ പറ്റില്ല. മുഖയ്യദ് എന്നാണ് പറയുക. ഉദാഹരണം, ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34. അത് ഒരാൾക്ക് 40 വീതമാക്കാൻ പറ്റുമോ? ഏതെങ്കിലും ചില ആളുകൾക്ക് അത് 30 വീതമാക്കാൻ പറ്റുമോ? കൈവയ്ക്കരുത്. എന്തുകൊണ്ട്? അത് മുഖയ്യദാണ്. ശാരിഅ് അഥവാ തിരുനബിയും അള്ളാഹുവിൻ്റെ നിയമങ്ങൾ ശറഅ് അത് പഠിപ്പിച്ചു. അതിൻ്റെ എണ്ണവും സമയവും രീതിയും. ഹജ്ജ് മുഖയ്യദാണ്. ദുൽഹജ്ജ് 9 അറഫ മൈതാനത്ത് ഉച്ചയ്ക്ക് ശേഷം. അത് മാറ്റാൻ പറ്റില്ല. സ്ഥലവും മാറ്റാൻ പറ്റില്ല, തീയതിയും മാറ്റാൻ പറ്റില്ല, സമയവും മാറ്റാൻ പറ്റില്ല. ബാക്കി നിരുപാധികമായി പറഞ്ഞിട്ടുള്ള പൊതുകാര്യങ്ങൾ, യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്ത് സലാം പൊതുവായി പറഞ്ഞ കാര്യമാണ്. ഉപാധികളൊന്നും പറഞ്ഞിട്ടില്ല, എണ്ണം പറഞ്ഞിട്ടില്ല, പദപ്രയോഗങ്ങൾ നിശ്ചിതമായ നിയതമായ ഒരു പദാവലിയും പറഞ്ഞിട്ടില്ല. അവിടെ ഓരോരുത്തർക്കും അവരവരുടേതായ രീതിയിൽ എണ്ണത്തിലും അതിൻ്റെ രീതിയിലും നിർവഹണത്തിലും സ്വാഭാവികമായും സ്വാതന്ത്ര്യമുണ്ട്. ഫദ്കുറുല്ലാഹ കസീറൻ വദ്കുറൂനി അദ്കുറുക്കും. ദിക്ർ വർദ്ധിപ്പിക്കാൻ ഖുർആൻ പറയുന്നുണ്ട്.
എണ്ണം പറഞ്ഞിട്ടില്ല, ധാരാളമായി എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രയും ചൊല്ലാം. ഈ എത്രയും ചൊല്ലാം എന്ന് പറയുമ്പോഴും ഒരു എണ്ണത്തിലല്ലേ അത് നിൽക്കൂ. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ അസ്റാറുകളും അൻവാറുകളും ഒക്കെ മനസ്സിലാക്കിയ, പരിശുദ്ധ ദീനിൻ്റെ പ്രമാണങ്ങളും അകവും പുറവും ഒക്കെ അടുത്തറിഞ്ഞ ഹൃദയബോധ്യമുള്ള മഹാന്മാർ, ഇമാമുകൾ ചില രീതികൾ രൂപപ്പെടുത്തും. അവരുടെ ശിഷ്യഗണങ്ങളെ അത് പഠിപ്പിക്കും. അത്രയുള്ളൂ കാര്യങ്ങൾ. ഇത്രയും പറഞ്ഞപ്പോഴും ഓർത്തു പോവുകയാണ്, നമ്മിൽ പലരും അതൊന്നും ചിന്തിക്കുന്നില്ല. ഇസ്ലാമിലൊക്കെ സാർവത്രികമായി നിലവിലുള്ള പല കാര്യങ്ങളും ശറഇലേക്ക് നിർവഹണ രീതിയായി കടന്നു വന്നത് പോലും ഖുർആനിൽ നേരിട്ട് പറഞ്ഞതല്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാൻ പോലും മറ്റ് ചില സഹാബിമാരുടെ പ്രവേശം, സ്വാധീനം കാരണമായിട്ടുണ്ട്. നമ്മളൊക്കെപ്പോഴും അസ്സലാമു അലൈക്കും എന്നാ പറയുക. തെളിവെന്താണ്? ഖുർആനിൽ അല്ലാഹു തആല നിങ്ങൾ കാണുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയണം എന്ന് പഠിപ്പിക്കുന്ന ഒരു വചനമുണ്ടോ ഖുർആനിൽ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും എപ്പോഴാണത് തുടങ്ങിയത്? അവ്വലു മൻ ഖാല അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. നമ്മൾ ഈ പറയുന്ന ഇസ്ലാമിലെ സാർവത്രിക വ്യാപകമായ അസ്സലാമു അലൈക്കും സയ്യിദുന അബൂ ദർറുനിൽ ഗിഫാരി റളിയല്ലാഹു അൻഹു, ജുന്ദുബ് ഇബ്നു ജുനാദ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. സഹീഹുൽ ബുഖാരിയിലൊക്കെ കാണാം. അദ്ദേഹമാണ് ആദ്യമായി അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, ഈ സലാമിന്റെ പ്രയോഗം ഇസ്ലാമിക സമൂഹത്തിൽ, തിരുനബിയുടെ ഉമ്മത്തിൽ ആദ്യമായി പറഞ്ഞത്. അതിനർത്ഥം റസൂലുള്ളാഹി പള്ളി മിമ്പറിൽ വെച്ച് നിങ്ങൾ അസ്സലാമു അലൈക്കും എന്ന് പറയണം എന്ന് പഠിപ്പിച്ചതല്ല. അബൂ ദർറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയാണ് തുടങ്ങി വെച്ചത്. പിന്നീട് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് സമ്മാനിച്ചു. കടന്നു വരുന്ന രീതിയും കൂടി നമ്മൾ ആലോചിക്കുക. നമ്മുടെ എല്ലാവരുടെയും നമസ്കാരത്തിൽ, മക്കത്തും മദീനത്തും ഒക്കെ ഉള്ള നമസ്കാരത്തിൽ നമുക്കൊക്കെ അറിയുന്നൊരു കാര്യമാണ്, മുസ്ലിമീങ്ങൾ ആദ്യം നമസ്കരിക്കുമ്പോൾ തുടങ്ങുമ്പോൾ അല്ലാഹു അക്ബർ, റുക്കൂഇലേക്ക് പോകുമ്പോഴും അല്ലാഹു അക്ബർ, റുക്കൂഇൽ നിന്ന് ഇഅ്തിദാലിലേക്ക് ഉയരുമ്പോഴും അല്ലാഹു അക്ബർ, ഇഅ്തിദാലിൽ നിന്ന് സുജൂദിലേക്ക് പോകുമ്പോഴും അല്ലാഹു അക്ബർ. ഇങ്ങനെയായിരുന്നു തക്ബീർ ഉണ്ടായിരുന്നത് ആദ്യകാലത്ത്. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സഹീഹുൽ ബുഖാരിയിൽ, അതായത് ശറഇൽ ചില നിയമനിർമ്മാണങ്ങളൊക്കെ കടന്നു വരുന്ന രീതി നാം പഠിച്ചാൽ നമ്മുടെ ചിന്താ ചക്രവാളം വികസിക്കും, നമുക്കൊരു വിശാലത വരും. മഹാന്മാരായ ഇമാമുകളെ അധിക്ഷേപിക്കാൻ നമ്മൾ ഒരിക്കലും രംഗത്ത് വരില്ല. ഏതെങ്കിലും ഒരു ഹദീസിന്റെ കഷ്ണം പിടിച്ചുകൊണ്ട് മഹാന്മാരായ മുജ്തഹിദുകളായ ഇമാമുകളെ അധിക്ഷേപിക്കാനും വിലയിരുത്താനും ഒന്നും നമ്മൾ പോവില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോൾ ഇമാം ബുഖാരി ബാബുൽ അദാനിൽ സഹീഹിൽ ഉദ്ധരിക്കുകയാണ്, തിരുനബിയുടെ കൂടെ ഞങ്ങൾ നമസ്കരിക്കുകയായിരുന്നു പുറകിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റുക്കൂഇൽ നിന്ന് എഴുന്നേറ്റപ്പോൾ സാധാരണ പറയുന്നത് പോലെ അല്ലാഹു അക്ബർ എന്നായിരുന്നു പറയല്. പക്ഷേ ഒരാള് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തിൽ ഒന്നാമത്തെ റക്അത്തിൽ തന്നെ കിട്ടാൻ വേണ്ടി ഓടി വന്നു. ഒരാൾ എന്നാണ് സഹീഹുൽ ബുഖാരിയിലുള്ളത്. അദ്ദേഹത്തിന് ഭാഗ്യവശാൽ തിരുനബിയുടെ കൂടെ റുക്കൂഇ ലഭിച്ചു. സാധാരണഗതിയിൽ റുക്കൂഇൽ റസൂലുള്ളാഹി എഴുന്നേൽക്കുമ്പോൾ അന്നത്തെ തീയതി വരെ അല്ലാഹു അക്ബർ എന്നാ പറയാ റുക്കൂഇൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ. ഇത് നമുക്ക് പരിചിതമല്ലല്ലോ. എന്നാൽ ഈ സ്വഹാബി തിരുനബിയുടെ കൂടെ ഒന്നാമത്തെ റക്അത്ത് നഷ്ടപ്പെട്ടില്ലല്ലോ, റുക്കൂഇ ലഭിച്ചല്ലോ എന്ന സന്തോഷത്താൽ റബ്ബനാ വലക്കൽ ഹംദ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹ്. ഇത് അല്ലാഹു ഖുർആനിൽ പഠിപ്പിച്ചതല്ല, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലി പഠിപ്പിച്ചു തന്നതല്ല. ഒരു വിശ്വാസിയുടെ ഖൽബിൽ നിന്ന് ഇങ്ങനെ ഒരു സ്തോത്രം, റുക്കൂഇ കിട്ടിയല്ലോ, റസൂലുള്ളാഹിയുടെ കൂടെ റക്അത്ത് എനിക്ക് ലഭിച്ചല്ലോ എന്ന സമാധാനത്തിൽ അദ്ദേഹം അല്ലാഹുവിനോട് പറഞ്ഞതാ റബ്ബനാ വലക്കൽ ഹംദ്
ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകം ഫീഹ്. ഈ ദിക്ർ നബിത്തങ്ങൾ ചൊല്ലി പഠിപ്പിച്ചതല്ല, ഖുർആനിൽ വന്നതുമല്ല, സ്വഹാബിമാരിൽ ഒരാൾ ചൊല്ലിയതാണ്, സ്വഹീഹുൽ ബുഖാരിയിലുള്ളത്. ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവിടുത്തെ റുക്കൂയിൽ ഇത് കേൾക്കാൻ അവസരം കിട്ടി. തിരുനബിത്തങ്ങൾ റുക്കൂയിൽ നിന്ന് അന്ന് എഴുന്നേൽക്കുന്നത് സമിഅല്ലാഹു ലിമൻ ഹമിദ. നമ്മളിപ്പോഴും നമസ്കാരത്തിൽ കൊണ്ടുപിടിച്ച് നടക്കുന്ന ഈ സമിഅല്ലാഹു ലിമൻ ഹമിദ എങ്ങനെയാണ് തിരുനബിയുടെ ജീവിതത്തിൽ സുന്നത്തിൽ കടന്നു വന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ഇത്തരം ദിക്ർ, ദുആ സംബന്ധമായ വിഷയത്തിലൊക്കെ ഒരു തുറസ്, ഒരു വിശാലത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സമിഅല്ലാഹു ലിമൻ ഹമിദ, അള്ളാഹുവിനെ സ്തോത്രം ചെയ്ത ആ മഹദ് വ്യക്തിയിൽ നിന്നും അല്ലാഹു തആല കേൾക്കുമാറാകട്ടെ, അല്ലാഹു തആല അത് സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് തിരുനബി തങ്ങൾ അന്നത്തെ നമസ്കാരത്തിൽ ഈ ഒരു സ്വഹാബി റബ്ബന വലക്കൽ ഹംദ് എന്ന് പറഞ്ഞതിന്റെ പ്രതികരണമെന്നോണം റുക്കൂഇൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ റസൂലുള്ളാഹി സമിഅല്ലാഹു ലിമൻ ഹമിദ. എന്തു സംഭവിച്ചു പിന്നീട്? ഫലമ്മൻ സറഫ, നമസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ സയ്യിദുന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തോട് ചോദിച്ചു, മനിൽ മുതകല്ലിം. സഹീഹുൽ ബുഖാരിയിൽ ഉള്ളതായത്, ആരാണ് ഇങ്ങനെ ഒരു പ്രത്യേകമായ വചനം ചൊല്ലിയത്? അപ്പൊ ദിക്ർ, അള്ളാഹുവിന്റെ സ്തോത്രങ്ങള്, സ്വലാത്ത്, റസൂലുള്ളാഹിനെ പ്രകീർത്തിക്കുന്നത്, ഇതൊക്കെ അക്കാലത്തും പിൽക്കാലത്തും എക്കാലത്തും ഹൃദയം തുറന്ന ആളുകളുടെ കൽബകം വിരിഞ്ഞ് നാവിലേക്ക് വരുന്ന വചനങ്ങൾ വരും. അതെല്ലാം ഖുർആനിലും സുന്നത്തിലും ഇല്ലെന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കുകയല്ല വേണ്ടത്. അടിസ്ഥാന പ്രമാണങ്ങൾക്ക് നിരക്കുന്നതാണെങ്കിൽ നിരുപാധികമായി പഠിപ്പിച്ച ഇത്തരം കാര്യങ്ങളിൽ ഇത്തരം കാഴ്ചപ്പാടുകൾ അനുവദിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി ചോദിച്ചു, ആരാണ് ഇങ്ങനെ നമസ്കാരത്തിൽ ചൊല്ലിയത്? അതേ ഖുർആനിലില്ലല്ലോ, റസൂലുള്ളാഹി അതിന്റെ മുമ്പ് അത് പഠിപ്പിച്ചിട്ടുമില്ലല്ലോ. അപ്പോഴേ ആദ്യം ഒന്ന് മടിച്ചു നിന്നു. പിന്നീട് ആ ചൊല്ലിയ ആള് പറഞ്ഞു, അനയാ റസൂലല്ലാഹ്, ഞാനാണ് അത് ചൊല്ലിയത്. റബ്ബന വലക്കൽ ഹംദ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകം ഫീഹ്. ഈ സംഭവം, ഈ കടന്നു വന്ന ആള് റബ്ബന വലക്കൽ ഹംദ് എന്ന് ചൊല്ലിയത്, അതിനെ തുടർന്ന് പ്രതികരണമായി റസൂലുള്ളാഹി സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് ചൊല്ലിയത് റജുലൻ എന്നാണ് സഹീഹുൽ ബുഖാരിയിലുള്ളത്. അത് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്ന് വിശദീകരണം കാണുന്നുണ്ട്. അതെന്തുമാകട്ടെ, അബൂബക്കർ സിദ്ദീഖ് ആണെങ്കിൽ റജുലൻ, സഹാബിമാരിൽപ്പെട്ട ഒരാളാണല്ലോ. റസൂലുള്ളാഹി എന്തു പറഞ്ഞു? ശ്രദ്ധിക്കണം, നിസ്കാരത്തിൽ ഞാൻ പഠിപ്പിക്കാത്ത ഒരു ദിക്റുമായി നിങ്ങൾ എന്തിന് കടന്നു വന്നു? അങ്ങനെ ഞാൻ ഒരിക്കൽ പോലും നിങ്ങൾക്ക് തന്നിട്ടില്ലല്ലോ. നിങ്ങൾ തന്നെയാണോ ദിക്റും ദുആവും ഒക്കെ സ്വന്തം ആവിഷ്കരിക്കേണ്ടത്? അതെല്ലാം ബിദ്അത്തല്ലേ എന്നായിരുന്നില്ല. സഹീഹുൽ ബുഖാരി, റസൂലുള്ളാഹി പറയുന്നു, റഅയ്തു ബിദ്അത്തൻ വസലാസീന മലക്കൻ യബ്തദിറൂനഹാ അയ്യുഹും യക്തുബുഹാ അവ്വൽ. റബ്ബനാ വലക്കൽ ഹംദു ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകം ഫീഹ് എന്ന് നിങ്ങൾ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ച ഉടനെ ചൊല്ലിയ ആ വരി, ആ വാചകം, അതിനെ സ്വീകരിക്കാൻ, നന്മയുടെ ഏടുകളിൽ അതിനെ പകർത്തെഴുതാൻ 30 ചൊല്ലാനും മലായിക്കത്ത് തിരക്ക് കൂട്ടുന്നു. ഞാൻ ആദ്യം എഴുതുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ മത്സരിക്കുന്നത് ഞാൻ അറിഞ്ഞു എന്ന് സയ്യിദുന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതികരണമാണത്. ഇത് വെച്ചുകൊണ്ട് ആധ്യാത്മികമായ മഹാന്മാരൊക്കെ പറയുന്നു, സന്ദർഭങ്ങളുടെ അവസ്ഥകളിൽ സത്യവിശ്വാസിയുടെ കൽബകത്ത് നിന്ന് പ്രമാണങ്ങൾക്ക് നിരക്കും വിധത്തിലേ വരൂ. അത്തരം ഇമാമുകളുടെ, മഹാന്മാരുടെ, സൂഫിയാക്കളുടെയൊക്കെ കൽബകങ്ങളിൽ പ്രമാണങ്ങൾക്ക് യോജിക്കുന്നതേ വരൂ. സ്വലാത്തുകളൊക്കെ അങ്ങനെ നിരവധിയില്ലേ? അതൊക്കെ മഹാന്മാരുടെ കൽബിൽ വിരിഞ്ഞ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്വലാത്തിന്റെ മഹബത്തിന്റെ സ്ഫുരണങ്ങളാണ്. അത് ബുഖാരിയിലില്ല, മുസ്ലിമിലില്ല എന്ന് പറഞ്ഞ്
തട്ടിക്കളയേണ്ടതൊന്നുമല്ല. ഈ ബേസ് സഹീഹുൽ ബുഖാരിയിലുള്ള ഈ സംഭവം ഒരു സഹാബി മുമ്പ് ആരും പഠിപ്പിക്കാതെ നമസ്കാരത്തിൽ ഒരു ദിക്ർ കൊണ്ടുവരുന്നു. റസൂലുള്ളാഹി അതിനോട് പ്രതികരിച്ചുകൊണ്ട് എന്നും അല്ലാഹു അക്ബർ എന്ന് പറയുന്ന റുക്കുയിൽ നിന്ന് എഴുന്നേറ്റ് എഴുത്തിദാലിലേക്ക് വരുമ്പോൾ അന്ന് മുതൽ സമിഅ അല്ലാഹു ലിമൻ ഹമിദഹു. ഇന്നും നമ്മൾ പള്ളിയിൽ പോയപ്പം ഇമാം അതല്ലേ ചൊല്ലിയത്, സമിഅ അല്ലാഹു ലിമൻ ഹമിദ. എന്താ അതിന്റെ അർത്ഥം? അള്ളാഹുവിനെ സ്തോത്രം ചെയ്തു പറഞ്ഞ ആ മനുഷ്യനിൽ നിന്നും അള്ളാഹു അത് കേൾക്കുമാറാകട്ടെ. ഇതിന്നും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്നത്തെ ആ ഒരു കഥാപാത്രത്തിന്റെ അനശ്വരത്വമാണത്. ഈ വിശാലത ഉണ്ടായാൽ, ഇത് പറയാൻ കാരണം സൂഫിസം, അവരുടെ ചില നിർവഹണ രീതികൾ, ചില ആചാര മര്യാദകൾ, അതൊന്നും ഖുർആനിലില്ല എന്നൊക്കെ പറഞ്ഞ്, സൂഫിസം എന്ന പദം തന്നെ ഖുർആനിലില്ല എന്നെല്ലാം പറഞ്ഞ് ജൽപ്പനം നടത്തുമ്പോൾ ഈ ഒരു വിശാല ചിന്ത നമ്മുടെ സത്യാന്വേഷണ ബോധത്തെ ഉണർത്തണം. അങ്ങനെ വരുമ്പോൾ സൂഫിയത്ത് എന്ന പദവും സൂഫികൾ എന്ന പ്രയോഗവും ഖുർആനിലില്ല, ശരിയാണ്. നബിയുടെ കാലഘട്ടത്തിൽ ആ പദം ഉപയോഗിച്ചിരുന്നില്ല, ശരിയാണ്. അതുപോലെ മുഹദ്ദിസുകൾ, ഫുഖഹാക്കൾ, മുഅർരിഖ്, ചരിത്രകാരന്മാർ, അങ്ങനെയും ഉണ്ടായിരുന്നില്ല. മുസ്ഹഫ് എന്ന രീതിയിൽ ഒരു ഗ്രന്ഥം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്നില്ല. സഹീഹുൽ ബുഖാരി എന്ന ഒരു ഗ്രന്ഥം നബിയുടെ കാലത്തും ഇല്ല, സഹാബത്തിന്റെ കാലത്തും ഇല്ല, താബിഈകളുടെ കാലഘട്ടത്തും ഇല്ല. ഒരു യൂണിവേഴ്സിറ്റി, ഒരു മദ്രസ, ഒരു മിനാരം, ഇതൊന്നും മുമ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്തിരിപ്പൻ നയം ചിലരൊക്കെ തങ്ങൾക്ക് പറ്റാത്തതെല്ലാം അന്യവൽക്കരിക്കുക, നരകത്തിലേക്ക് മാറ്റുക എന്ന അല്പത്വം പ്രമാണം അറിയുന്നവർക്ക് ചേർന്നതല്ല. അത്രേ അതിന് മറുപടി പറയാനുള്ളൂ. ഒറ്റവാക്കിൽ പറഞ്ഞാൽ പരിശുദ്ധ ദീൻ മുഖയ്യദും മുത്തലഖുമായി, ശ്രുതിയും സ്മൃതിയുമായി, ഉപാധികളും നിയമങ്ങളും നിർവഹണ രീതികളും കണിശമായി പഠിപ്പിച്ച കാര്യങ്ങളുണ്ട്. അവിടെ നമുക്ക് കൈകടത്താൻ പറ്റില്ല, കഴിയില്ല. ഉപാധികളില്ലാതെ പറഞ്ഞ കാര്യങ്ങളുണ്ട്. അത് ഓരോരുത്തരുടെയും രീതിക്കനുസരിച്ച്, സാമൂഹികാവസ്ഥക്കനുസരിച്ച് നിർവഹണമൊക്കെ മാറി. പള്ളിയുടെ നിർമ്മാണ രീതി, മിനാരങ്ങള്, മിമ്പറുകളുടെ രീതി, അവിടെ ഒരു മിനാരം, ഇതൊക്കെ പിൽക്കാലത്ത് വന്ന ആവിഷ്കാരങ്ങളാണ്. അതൊക്കെ പൊളിക്കാൻ നിന്നാൽ നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം ഈ പൊളികൾ? അതുകൊണ്ട് സൂഫികൾ, ഒരു സൂഫി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആയുധം എന്താണ്? കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി, സൈഫുഹു വദിറുഹു കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി. അശ്ശൈഖ് എന്ന് പറയുന്ന ആധ്യാത്മികമായി നിയോഗഭാഗ്യം ലഭിച്ച ഒരു മഹാത്മാവ്, അദ്ദേഹത്തിന്റെ വാളും പരിചയും കിതാബുല്ലാഹി വസുന്നത്തു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ രീതിയിൽ ഇരുത്തം വന്ന, അനുവാദം ലഭിച്ച, ലദുന്നിയായ ഇൽമുള്ള, ബസ്വീറത്ത് എന്ന ഉൾക്കാഴ്ചയുള്ള, അനുമതി ലഭിച്ച സൂഫികളായ മഹാന്മാർ അവരുടെ ശിഷ്യഗണങ്ങളെ കാലോചിതമായി പരിപാലിക്കും. സാമൂഹിക അവസ്ഥകളെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ആത്മീയമായ ഭൗതികമായ വളർച്ചക്ക്, ഉയർച്ചക്ക് നിർദ്ദേശങ്ങൾ നൽകും. ഒരു മുരീദിന്, ഒരു സാധകന് അതാണ് അവന്റെ ജീവിതത്തിലെ പ്രമാണം, അവന്റെ വഴികാട്ടി, അവനെ അള്ളാഹുവിലേക്ക് നയിക്കുന്നു. അതാണ് സൂഫികളുടെ വഴി. മല്ലം യകുൻ ഖൽഫദ്ദലീലി മസീറുഹു കസുറത്ത് അലൈഹി തറായിഖുൽ ഔഹാമി. പുസ്തകത്തെ അവലംബിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല അള്ളാഹുവിലേക്ക്. പവർ സപ്ലൈ, കറന്റ് പാസ് ചെയ്യാൻ പ്ലാസ്റ്റിക് വയറുകൾ പോരാ, കടലാസുകൾ പോരാ, മറിച്ച് കൽബിൽ നിന്ന് കൽബിലേക്ക് ലഭിക്കണം. അവരാണ് സൂഫികൾ. ആ കൈമാറ്റത്തിന്റെ സ്ഫുരണം, ആ പ്രകാശധാര, അതാണ് കൽബിനെ ഈമാനികമായി ധന്യമാക്കുന്നത്, പ്രസരണം തരുന്നത്.
അല്ലാഹുമ്മ ആമീൻ. റബ്ബന അത്മിം ലനാ നൂറനാ വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.